പ്രിയകുട്ടികളെ, ക്വസ്റ്റ്യൻ നമ്പർ 17 വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 18, ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് dy by dx ഈസ് ഇക്വൽ ടു 1 പ്ലസ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ. എന്നൊരു ക്വസ്റ്റ്യൻ വായിക്കാം. സൊല്യൂഷൻ കാണാനാണ്. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? dy by dx ഈസ് ഇക്വൽ ടു 1 പ്ലസ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ. നമുക്ക് അതൊന്ന് എടുത്തെഴുതാം. എടുത്തെഴുതിയപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചു. ഈ പറയുന്ന ലാസ്റ്റ് 3 ടേമിൽ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കാവുന്ന കാര്യമാണ്. അങ്ങനെ പുറത്തേക്ക് എടുത്തപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ വന്നത് 1 പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇവിടെയുള്ളതും 1 പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ dy by dx എന്തായി മാറി? 1 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ. ഈ RHS 2 ടേമിൻ്റെ സമ്മാണ്. പക്ഷേ ഈ 2 ടേമിലും വീണ്ടും കോമൺ ആയിട്ട് എന്തുണ്ട്? 1 പ്ലസ് വൈ സ്ക്വയർ. അത് പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റ് ഇപ്പോഴും വേണം ഒറ്റ കാര്യം എന്ന് കാണിക്കാൻ. അപ്പോൾ ബാക്കി എന്ത് വരും? 1 പ്ലസ് എക്സ് വരും. ഇവിടുത്തെ 1ഉം പ്ലസ് എക്സും. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങളുടെ പ്രൊഡക്റ്റായിട്ട് dy by dx മാറി. ഈ dy by dx നമുക്ക് 1 പ്ലസ് വൈ സ്ക്വയറിനെ ഈ ഡിവൈയുടെ താഴേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഈ താഴെ കിടക്കുന്ന dxനെ നമുക്ക് 1 പ്ലസ് എക്സിൻ്റെ അടുത്തേക്ക് ഇൻറ്റു ആയിട്ടും വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ dy by 1 പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു dx RHSലേക്ക് ഇൻറ്റു ആയിട്ട് മാറുവാണ്. 1 പ്ലസ് എക്സ് ഇൻറ്റു dx. ഡിവൈയും dx എപ്പോഴും ന്യൂമറേറ്ററിലാണ് കിടക്കണേ. അങ്ങനെ തന്നെയാണ്. എക്സിൻ്റെ കാര്യങ്ങളും dx ഒരു സൈഡും വൈയുടെ കാര്യങ്ങളും ഡിവൈയും മറു സൈഡും. ഇതിൻ്റെ പേരാണ് വേരിയബിൾ സെപ്പറബിൾ, SEPA RABLE. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. 2 സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇൻ്റഗ്രൽ 1 by 1 പ്ലസ് വൈ സ്ക്വയർ dy സമം ഇൻ്റഗ്രൽ 1 പ്ലസ് എക്സ് dx. ഈ RHS ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പക്ഷേ അത് ചെയ്യാതെ ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. LHSും കൂടി ഒന്ന് ഒപ്പം എത്തിയിട്ട് 2 സൈഡും ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണത്. എങ്ങനെയാണ് 1 by 1 പ്ലസ് വൈ സ്ക്വയർ dy ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് ആ ഡിനോമിനേറ്റർ 1 പ്ലസ് വൈ സ്ക്വയറിനെ എടുത്തിട്ട് സെക്കൻഡ് ഡിഗ്രി സൈഡിലേക്ക് എഴുതി അതിനെ 2 സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ കൊണ്ടുവരാൻ നോക്കാം. ഇവിടെ വൈ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ആണ്. ആ കാര്യം ക്ലിയർ ആണ്. ഇനി വൈയുടെ കോയിഫിഷ്യൻ്റായ 1 അതിൻ്റെ പകുതി ഹാഫ് പ്ലസ് ഹാഫ് ഇട്ട് വേണം സ്ക്വയർ ഉണ്ടാക്കാൻ. അപ്പോൾ വൈ പ്ലസ് ഹാഫ് ഓൾ സ്ക്വയർ. ഇനി എ പ്ലസ് ബി ഓൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വൈ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1/4 ആണ്. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് വൈ ഇത്രയും കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്. ഇവിടെ ഒരു 1/4 വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഒഴിവാക്കാം. -1/4 പകരം നമുക്ക് വേണ്ട +1 ഇടാം. അപ്പോൾ വൈ പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 1 - 1/4 3/4 പോസിറ്റീവ്. വൈ പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് √3/2 ഹോൾ സ്ക്വയർ. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ 1 by വൈ പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് √3/2 ഹോൾ സ്ക്വയർ dy സമ ഇൻ്റഗ്രൽ 1 പ്ലസ് എക്സ് dx. ഇത് ഏത് ഫോർമുല വെച്ചാണ് ഈ LHS ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നോക്കിയാൽ നമുക്കറിയാം ഇൻ്റഗ്രൽ 1 by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ dx വെച്ചാണ്. ഇൻ്റഗ്രൽ 1 by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ dx ഈസ് ഇക്വൽ ടു 1 by a tan ഇൻവേഴ്സ് s by a പ്ലസ് c. ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. ഇൻ്റഗ്രൽ 1 by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ dx ഈസ് ഇക്വൽ ടു 1 by a tan ഇൻവേഴ്സ് s by a പ്ലസ് c. ആ ഫോർമുല വെച്ച് എഴുതുമ്പോൾ ക്യാപിറ്റൽ എക്സ് ആയിട്ട് വൈ പ്ലസ് ഹാഫ് നമ്മൾ എടുക്കുകയും ചെയ്യണം. 1 by √3/2 tan ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സ് ഇവിടെ ക്യാപിറ്റൽ എക്സ് ആണ്. വൈ പ്ലസ് ഹാഫ് ബൈ എ √3/2 മൊത്തം വൈ ക്യാപിറ്റൽ എക്സ് ആയിട്ട് കരുതിയ വൈ പ്ലസ് ഹാഫിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്റ്റ് ടു വൈ 1 കൊണ്ട് ഹരിച്ചു ഈക്വൽ ടു ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ s²/2 പ്ലസ് സി. ഇത് 2/√3 എന്ന് എഴുതാം. 2/√3 tan ഇൻവേഴ്സ്. ഇവിടെ നമുക്ക് 2 LC എടുക്കാം. താഴത്തെ 2 LCM വെട്ടിപ്പോവും. 2 2y പ്ലസ് 1/√3 അത്രയേ ഉള്ളൂ. അപ്പോൾ 2/√3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് LC എടുക്കുമ്പോൾ 2y പ്ലസ് 1/√3. 2 ഡിനോമിനേറ്ററിൽ LCയത്തിൽ വന്നത് ക്യാൻസലായിപ്പോയി. ഈക്വൽ ടു s²/2 പ്ലസ് എക്സ് പ്ലസ് സി എന്ന നമ്മുടെ ഫൈനൽ ആൻസർ വന്നു. മനസ്സിലായി നോക്കി.
കോമൺ പുറത്തെടുത്തു, ഇൻറ്റു ആയിട്ടാണ് രണ്ട് ടേം വന്നത്. അപ്പോൾ നമുക്കത് വൈയുടെ കാര്യങ്ങളും ഡി വൈ ഒരു സൈഡ്, എക്സിൻ്റെ കാര്യങ്ങളും ഡി എക്സ് മറു സൈഡ് ആക്കാവുന്ന വേരിയബിൾ സെപ്പറബിളാണ്. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ 1/2 ഡിഗ്രി വരുമ്പോൾ സെക്കൻഡ് ഡിഗ്രി സൈഡിലേക്ക് മാറ്റി എഴുതി രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ കൊണ്ടുവരുന്ന രീതി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സഹായകമായ ഫോർമുല ഇതാണെന്ന് മനസ്സിലായി. ആ ഫോർമുല വെച്ച് ക്യാപിറ്റൽ എക്സ് കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആൻസർ എഴുതുന്നു. എന്ത് ക്യാപിറ്റൽ എക്സ് എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് dy by dx into tan y equal to sin of s plus y plus sin of s minus y. ഒന്നുകൂടെ വായിക്കാം. dy by dx into tan y is equal to sin of s plus y plus sin of s minus y. ഇവിടെ പ്ലസ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ സൈനും കൂട്ടിയാൽ എന്നൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റുവിലേക്ക് മാറ്റാം. ആ ഫോർമുല പ്രകാരം സൈനും കൂട്ടിയാൽ 2 sin cos എന്നാണ് പഠിച്ചിരിക്കുന്നത്. സൈനും കൂട്ടിയാൽ 2 sin cos, കൂട്ടിയിട്ട് പകുതി. അപ്പോൾ എസ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ബൈ 2, കുറച്ചിട്ട് പകുതി എസ് പ്ലസ് വൈ മൈനസ് എസ് മൈനസ് വൈ ബൈ 2. സൈനും കൂട്ടിയാൽ 2 sin cos, കൂട്ടിയിട്ട് പകുതി, ആദ്യത്തിൽ നിന്ന് രണ്ടാമത്തെ കുറച്ചിട്ട് പകുതി. ഇവിടെ തന്നെ കിട്ടി 2x/2 എക്സ് കിട്ടി. ഇവിടെ 2y വരും, എക്സ് പോയിട്ട് 2y/2 y കിട്ടി. അങ്ങനെ നമ്മളത് 2 sin x cos y എന്നാക്കി. ഇപ്പുറത്ത് tan y ഇൻറ്റു dy by dx കിടപ്പുണ്ട്. ഇനി നമുക്ക് കണ്ടറിയത്തില്ല, ഇത് മുഴുവൻ ഇൻറ്റു ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈയുടെ കാര്യങ്ങൾ ഒരു സൈഡിലേക്കും ഡി വൈ ആ കൂട്ടത്തിൽ എക്സിൻ്റെ കാര്യങ്ങൾ ഡി എക്സും മറു സൈഡിലേക്കും മാറ്റാവുന്നതാണ്. 2 sin x ഇവിടെ തന്നെ കിടക്കട്ടെ. ഡി എക്സിനെ ഈ താഴെ നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി മുകളിലേക്ക് RHSലേക്ക് കൊണ്ടുവരാം. 2 sin s ds. അപ്പോൾ ഡി വൈ ടാൻ വൈ എന്നിട്ട് ഈ കോസ് വൈ ഇപ്പുറത്തേക്ക് ബൈ ആയിട്ടും വന്നോളൂ. അപ്പോൾ ഡി വൈ ടാൻ വൈ ബൈ കോസ് വൈ. എന്താണ് ടാൻ വൈ? സൈൻ വൈ ബൈ കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് വൈ ഇൻറ്റു ഡി വൈ എന്നാണിത്. 2 sin s ds sin y by cos y into 1 by cos y dy സമം 2 sin s cos s. ഇത് sec y, ഇത് tan y. sec y tan y dy 2 sin s ds. sec y tan y dy 2 sin s ds. വൈയുടെ കാര്യങ്ങളും ഡി വൈ ഒരു സൈഡ്, എക്സിൻ്റെ കാര്യങ്ങളും ഡി എക്സ് മറു സൈഡും വേരിയബിൾ സെപ്പറബിൾ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രൽ sec y tan y dy സമം 2 ഇൻറ്റു ഇൻ്റഗ്രൽ sin s ds. സീക്കസിൻ്റെ ഡിഫറൻഷ്യലാണ് സീക്കസ് ടാൻ എസ്. അതുകൊണ്ട് സീക്ക് വൈ ആണ് ഇൻ്റഗ്രൽ സീക്ക് വൈ ടാൻ വൈ ഡി വൈയുടെ ആൻസർ. സീക്ക് വൈ 2 ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസസ് ആണ് പ്ലസ് സി. സീക്ക് വൈ സമം -2 cos x പ്ലസ് സി. കണക്കൊക്കെ എളുപ്പമാണ്. നമ്മൾ ഈ കണക്കിനകത്ത് ചെയ്തത് സൈനും കൂട്ടിയാൽ 2 sin cos വെച്ച് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് ഇത് മാറ്റി വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ നോക്കി. വന്നത് ചെയ്തപ്പോൾ സീക്ക് വൈ ടാൻ വൈ ഡി വൈ ആയി 2 sin s ds. വേരിയബിൾ സെപ്പറബിൾ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രേഷൻ നടക്കുന്നതാണ് രണ്ടും. ഇൻ്റഗ്രൽ സീക്ക് വൈ ടാൻ വൈ ഡി വൈ സീക്ക് വൈ ആണ്. 2 ഇൻറ്റു ഇൻ്റഗ്രൽ സീക്ക് sin s ds മൈനസ് കോസസ് ആണ്. അങ്ങനെ സീക്ക് വൈ സമം -2 cos s പ്ലസ് സി എന്ന് ആൻസർ കിട്ടി. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് dy by dx plus 1 is equal to cosec xy x plus y. സൊല്യൂഷൻ കാണാൻ dy by dx plus 1 is equal to cosec x plus y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. dy by dx plus 1 is equal to cosec s plus y. dy by dx plus 1 is equal to cosec s plus y. ഇത് കണ്ടില്ലേ, ആംഗിളിനകത്ത് തന്നെ കോസിക്കിൻ്റെ കൂടെ വന്നിരിക്കുന്ന എസ് പ്ലസ് വൈ ആംഗിളാണ്. അതിൽ തന്നെ എക്സും വൈയും കിടക്കുവാണ്. പ്ലസ് ഇട്ട് വന്നുകൊണ്ട് ഒരു തരത്തിലും ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പേരാണ് ഹോമോജീനിയസ്. ഇങ്ങനെയുള്ളതിൻ്റെ പേരാണ് ഹോമോജീനിയസ്. ഹോമോജീനിയസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചത്. y ഇക്വൽ ടു ഇത് ഹോമോജീനിയസ് ആണ്. ഒന്നിലെ ഹോമോജീനിയസ് വെച്ച് നമുക്ക് കണക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഇതിനെ വേണമെങ്കിൽ ഹോമോജീനിയസ് ചെയ്യാതെ വേറെ കാര്യത്തിലേക്ക് മാറ്റാം.
ഈ എസ് പ്ലസ് വൈക്ക് ഒരു പേരിട്ടു വി എന്ന്. അത് നമ്മുടെ ഹോമോജീനിയസിലെ വി അല്ല, വേറെ ഒരു വി ആണ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1 പ്ലസ് വൈയുടെ ഡിഫറൻഷ്യൽ dy/dx സമം വിയുടെ ഡിഫറൻഷ്യൽ dv/dx. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് രണ്ട് സൈഡും. അപ്പോൾ dy/dxന് പകരം എന്തെഴുതാം? dy/dx പ്ലസ് 1 ഒന്നിച്ച് കിടക്കുന്നു, അതിന് പകരം എന്തെഴുതാം? dv/dx എഴുതാം. ഈ LHSന് പകരം ഇത് കൊസീക്ക് വി. സത്യം പറഞ്ഞാൽ ഈ കണക്കിന് എളുപ്പത്തിന് വേണ്ടിയാണ് എസ് പ്ലസ് വൈക്ക് ഒരു പേരിട്ടത്. ഇട്ട് കഴിഞ്ഞപ്പോൾ അത് വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ നമുക്ക് 1 പ്ലസ് dy/dxന് dv/dx എന്ന് കൊടുക്കത്തക്ക വിധം കിട്ടുകയും ഇത് കൊസിക്ക് വി ആവുകയും ചെയ്തു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്താൽ ഇത് വേരിയബിൾ സെപ്പറബിൾ ആയിക്കോളും. dvയുടെ അടുത്തേക്ക് LHSലേക്ക് കൊസിക്ക് വി 1/, ആയിട്ട് വന്നു. dv/ കൊസിക്ക് വി dx. എന്താണ് 1/, കൊസിക്ക് വി? സൈൻ വി dv സമം dx. വേരിയബിൾ സെപ്പറബിൾ, വിയും എക്സുമുള്ള രണ്ട് വേരിയബിൾസ് ഉള്ള വേരിയബിൾ സെപ്പറബിളാണിത്. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രൽ സൈൻ വി dv ഇൻ്റഗ്രൽ dx. സൈൻ വിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് വി സമം ഇൻ്റഗ്രൽ dx എസ് പ്ലസ് സി മൈനസ് കോസ്. ഇനി വി അങ്ങ് മാറ്റിയാൽ മതി. എസ് പ്ലസ് വൈ ഈക്വൽ ടു എസ് പ്ലസ് സി. എക്സും വൈ ഇങ്ങനെ ഒന്നിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നത് ഹോമോജീനിയസ് തന്നെയാണ്. പക്ഷേ ഹോമോജീനിയസ് ചെയ്യുന്നേക്കാൾ ഈ കണക്ക് എളുപ്പം ഇങ്ങനെയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വഴി പെട്ടെന്ന് ഈ കണക്ക് വേരിയബിൾ സെപ്പറബിളിലേക്കാവുന്നു. കണക്ക് പെട്ടെന്ന് തീരുന്നു. അതുകൊണ്ട് ഈ കണക്ക് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഹോമോജീനിയസ് ചെയ്യരുത്. പൊട്ട് എക്സ് പ്ലസ് വൈ വി എടുക്കുവാണ്. ഇത് ഹോമോജീനിയസിലെ വി അല്ല, വേറൊരു ഇതിട്ടുന്നേ ഉള്ളൂ നമ്മൾ. അപ്പോൾ എക്സ് പ്ലസ് വൈ വി എടുക്കുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ 1 പ്ലസ് dy/dx dv/dx എന്ന് കിട്ടുന്നു. 1 പ്ലസ് dy/dxന് പകരം LHS dv/dx ആയിട്ട് മാറുന്നു. RHS ആണെങ്കിൽ കൊസിക്ക് വി ആയിട്ട് മാറുന്നു. ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് വേരിയബിൾ സെപ്പറബിൾ ആക്കുന്നു. അത് ഇങ്ങനെയായിട്ട് മാറുന്നു. അപ്പോൾ അത് വേരിയബിൾ സെപ്പറബിൾ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. നമ്മുടെ ഇൻ്റഗ്രേഷൻ പെട്ടെന്ന് ചെയ്ത് മൈനസ് കോസ് വി സമം എസ് പ്ലസ് സിയിലേക്ക് അത് വരുന്നു. ഇനി വി എന്ന് മാറ്റി എഴുതിയാൽ മതി. എസ് പ്ലസ് വൈ മൈനസ് കോസ് എസ് പ്ലസ് വൈ സമം എസ് പ്ലസ് സി. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കണക്കാണ്. ഫൈൻഡ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് dy/dx പ്ലസ് വൈ കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്കസ്. ഒന്നോടെ വായിക്കാം. ഫൈൻഡ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് dy/dx പ്ലസ് വൈ കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്കസ്. ഇത് ഒന്നോടെ വായിക്കാം. dy/dx പ്ലസ് വൈ കോട്ട് എക്സ് കൊസീക്കസ് ലീനിയർ ഫസ്റ്റ് ടൈപ്പാണ്. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മളത് ലീനിയർ ഫസ്റ്റ് ടൈപ്പാണോ സെക്കൻഡ് ടൈപ്പാണോ ഹോമോജീനിയസ് ആണോ വേരിയബിൾ സെപ്പറബിൾ ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. dy/dx പ്ലസ് വൈ കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്കസ്. അത് dy/dx പ്ലസ് പി വൈ സമം ക്യൂ എന്ന രൂപത്തിലാണ്. പി ആയിട്ട് കോട്ട് എക്സും ക്യൂ ആയിട്ട് കൊസിക്ക് എക്സും വന്നാൽ ലീനിയർ ഫസ്റ്റ് ടൈപ്പ്. അപ്പോൾ dy/dx പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു വൈ സമം കൊസിക്കസ്. ചുമ്മാ വൈയുടെ കോയിഫിഷ്യൻ്റ് കോട്ട് എക്സ് എന്ന് നീക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പി ആണത്. പിന്നെ ക്യൂ എന്ന് പറയുന്നത് കൊസിക്കസ്. IF എടുക്കണം. e⁻⁻ പി dx e⁻⁻ കോട്ടക്സ് ds. കോട്ടക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ് ആണ്. അപ്പോൾ e⁻ ലോഗ് മോഡ് സൈൻ എക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ IF മാത്രം ഒരു ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻ്റഗ്രേഷൻ ആൻസറിൻ്റെ കൂടെ പ്ലസ് സി കൊടുക്കാറില്ല. e⁻ ലോഗ് മോഡ് സൈൻ എക്സ്. ഈ ലോങ് ക്യാൻസലായിട്ട് സൈൻ എക്സ് എന്നായിട്ട് IF മാറുന്നു. ഇനി സൊല്യൂഷൻ ഈസ് y ഇൻറ്റു IF ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു IF dx പ്ലസ് സി. y ഇൻറ്റു സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ കൊസിക് എക്സ് ഇൻറ്റു സൈനസ് dx പ്ലസ് സി. y ഇൻറ്റു സൈനസ് ഇൻ്റഗ്രൽ 1 ds പ്ലസ് സി. y ഇൻറ്റു സൈനസ് എക്സ് പ്ലസ് സി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നു. ലീനിയർ ഫസ്റ്റ് ടൈപ്പ്. പിയും ക്യൂ എടുത്ത് എഴുതുന്നു. IF കാണുന്നു. സൊല്യൂഷൻ്റെ ഫോർമുല എഴുതുന്നു. ഫോർമുല വെച്ച് കണക്കിക്കുന്നു. എളുപ്പമാണ്. കൺസിഡർ ദി ഫാമിലി ഓഫ് ഓൾ സർക്കിൾസ് ഹാവിംഗ് ദെയർ സെൻറ്റർ അറ്റ് 1, 2. റൈറ്റ് ഇക്വേഷൻ ഓഫ് ദ ഫാമിലി. റൈറ്റ് ദി കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒന്നുകൂടെ വായിക്കാം. കൺസിഡർ ദി ഫാമിലി ഓഫ് ഓൾ സർക്കിൾസ് ഹാവിംഗ് ദയർ സെൻറ്റർ അറ്റ് 1, 2. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ സെൻറ്റർ അറ്റ് 1, 2. റേഡിയസ് പറഞ്ഞിട്ടില്ല. സെൻറ്റർ 1, 2 എന്നുള്ളത് റേഡിയസ് ഏത് ആകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ഇക്വേഷൻ ഓഫ് ഫാമിലി. അപ്പോൾ
ഫാമിലി ഓഫ് ഓൾ സർക്കിൾസ് ഹാവിംഗ് ദ സെൻറ്റർ അറ്റ് 1 2 ഈസ് ഈ ഫോർമുല വെച്ചാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ എസ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ എച്ച് കെ ആണ് ഈ 1 2. ഒന്നോടെ ഫോർമുല എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു ആർ സ്ക്വയർ. എച്ച് കെ ആണ് 1 2. അപ്പോൾ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു ആർ സ്ക്വയർ. എന്ത് റേഡിയസ് വേണമെങ്കിലാകാം, കുഞ്ഞ് സർക്കിളാകാം, അതിൻ്റെ ഇച്ചിടെ വലിയ സർക്കിളാകാം, അതിലും വലിയ സർക്കിളാകാം, പക്ഷേ സെൻറ്റർ എപ്പോഴും 1 2 ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആറായിട്ട് തന്നെ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു ആർ സ്ക്വയർ. റൈറ്റ് ദി കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടി ചെയ്യാനുണ്ട്. അത് എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഇതിനകത്തുണ്ടോ അത്രയും പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്നാണ്. ഇതിനകത്ത് ആർ എന്ന് പറയുന്ന ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റേ ഉള്ളൂ. ആർ സ്ക്വയർ വന്നാലും ഒറ്റൊരു ആർബിട്രറി കോൺസ്റ്റൻ്റേ ഇവിടെ ഉള്ളൂ. 4 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മതി. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എങ്ങനെയാണ് എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്? വിത്ത് റെസ്പെക്ട് ടു എക്സ്. ക്യാപിറ്റൽ എക്സ് ആയിട്ട് എസ് മൈനസ് 1 എടുക്കുന്നു. ക്വസ്റ്റ്യൻ മാറ്റി പറയുന്നു. ക്യാപിറ്റൽ എസ് സ്ക്വയർ. ക്യാപിറ്റൽ എസ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2 ക്യാപിറ്റൽ എക്സ് 2 ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ആയിട്ട് കരുതി എസ് മൈനസ് 1 ഡിഫറൻഷ്യൽ 1 ഇട്ട് ഗുണിക്കുന്നു പ്ലസ് വീണ്ടും ക്യാപിറ്റൽ എക്സ് ആയിട്ട് വൈ മൈനസ് 2 എടുക്കുന്നു. ക്വസ്റ്റ്യൻ മാറ്റുന്നു. ക്യാപിറ്റൽ എസ് സ്ക്വയർ ഡിഫറൻഷ്യൽ 2 ക്യാപിറ്റൽ എസ് 2 ഇൻറ്റു വൈ മൈനസ് 2 എന്ത് ക്യാപിറ്റൽ എക്സ് എടുത്തു അതിൻ്റെ ഡിഫറൻഷ്യൽ ഇട്ട് ഗുണിക്കുന്നു. ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 0. വൈ മൈനസ് 2ൻ്റെ ഡിഫറൻഷ്യലാണ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 0 സമം 0. ആർ സ്ക്വയർ കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യൽ 0. ഈ ടേമിലും 2 ഉണ്ട്, ഈ ടേമിലും 2 ഉണ്ട്, ഈ 0യിലും 2 ഉണ്ട്. അപ്പോൾ 2 കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തു നിന്നും കളയുന്നു. എക്സ് മൈനസ് 1 പ്ലസ് വൈ മൈനസ് 2 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഇക്വൽ ടു 0. ഇപ്പം നമുക്ക് കിട്ടിയതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് രൂപം വരികയും ചെയ്തു, ആറ് വരാതിരിക്കുകയും ചെയ്തു. ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരരുത് കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത്, പക്ഷേ ഡി വൈ ബൈ ഡി എക്സ് രൂപം വരണം. ഇത് രണ്ടും വന്നു. അതുകൊണ്ട് ഈ പ്രത്യേകിച്ചൊന്നും നമുക്ക് ആറിനെ ഒഴിവാക്കുന്ന പണിയൊന്നും നമുക്ക് ചെയ്യാനില്ല. ഫാമിലി ഓഫ് ഓൾ സർക്കിൾസ് ഹാവിംഗ് ദിയർ സെൻറ്റർ അറ്റ് 1 2 ഈസ് എസ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ ഫോർമുല പ്രകാരം എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ ആണ്. ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് 6 മാത്രം. അതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒരു തവണ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് രൂപമുള്ള പക്ഷേ ആറില്ലാത്ത ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുന്നു. 23 കൂടി ചെയ്ത് ഇന്നത്തെ ക്ലാസ് നിർത്താം. വൈ ഈസ് ഇക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 4 ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിടപ്പുണ്ട്. അതിലേത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആണ് ഈ വൈ ഈസ് ഇക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് സൊല്യൂഷനായിട്ട് വരുന്നത്? വൈ ഈസ് ഇക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് നമ്മൾ നോക്കണം എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് ഇതിലുള്ളത്. എയും ബിയും രണ്ടെണ്ണം. അതുകൊണ്ട് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. വൈയുടെ ഡി വൈ ബൈ ഡി എസ് സമം എ ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ കോസ് എക്സ്. ഇങ്ങനെ കിട്ടി. ഇനി ഡിഫറൻഷ്യേറ്റ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി വൈ ബൈ ഡി എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു മൈനസ് എ ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ കോസ് എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ എക്സ്. അതായത് മൈനസ് ബി സൈൻ എക്സ്. മൊത്തത്തിലുള്ള മൈനസ് പുറത്തെടുത്താൽ ഇത് തന്നെയാണ്. അതായത് മൈനസ് വൈ. രണ്ടിൻ്റെയും നിന്ന് മൈനസ് പുറത്തെടുത്താൽ ഈ വൈ തന്നെയാണത്. എ കോസ് എക്സ് പ്ലസ് ബി സൈനസ് തന്നെയാണ്. അപ്പോൾ മൈനസ് വൈ. ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു മൈനസ് വൈ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ആൻസറാക്കി എഴുതാം? ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 0. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണിത്. ഇതിനകത്ത് എ ബി ഇല്ല. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിൽ മൂന്നാമത്തെ ആയിരുന്നു അതിൻ്റെ ആൻസർ. 23 കണക്കിൽ നിങ്ങൾ പഠിക്കുക. ഇവിടെ ഞാൻ 27 കണക്കാണ് എഴുതിയേക്കണേ. പക്ഷേ 2 കണക്കോടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 23 അല്ലേ ഇന്ന് തീർന്നത്. ഇത് കണ്ടില്ലല്ലോ. ഇവിടം വരെയാണ് തീർന്നത്. ഇനി 24 25 26 27 28 29 അങ്ങനെ കുറച്ച് കണക്കോടെ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് അത്യാവശ്യം പഠിക്കാനുണ്ട്. പിന്നെ ഓരോ പാഠം വെച്ച് കണക്കുകൾ തരാനുണ്ട്. ഞാൻ വഴിയെ തന്നോളാം. കണക്കിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി വേണ്ട, ഇടയ്ക്കുന്നൊരു കണക്കൊന്നും പഠിപ്പിച്ചാൽ ശരിയാവില്ല. ഇപ്പം നിർത്തിയിരിക്കുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. അവിടം വരെയുള്ള കണക്കുകൾ നിങ്ങൾ പഠിച്ചിട്ട് വൈകുന്നേരത്തെ പരീക്ഷ എഴുതുക, ആൻസർ അയച്ചു തരിക.